നീ വിടിരി, ഞാൻ നത്തിനെ കണ്ടുവരാം. ഞാനും വരാം വേദനിക്ക. വേണ്ട, നത്ത് നിന്നെ കണ്ടാ വിടൂല. നൂൺ ഷോക്ക് തിയേറ്ററിൽ എത്തിച്ചേരാൻ പാർട്ടിനോട് അഡ്വാൻസ് വാങ്ങിയതാ. കാശല്ലേ? നത്തിന്റെ കാശ് നമ്മളെ സ്വന്തം കാശാ, അത് എപ്പോഴും ഉണ്ടാവും. ഇത് ആരാന്റെ പോക്കറ്റ് കെടുക്കുന്ന കാശല്ലേ. അവന്റെ പൊന്നു മോള് ഇവിടെ ഇരിക്കട്ടോ. ഇതാണ് പറഞ്ഞത്, എന്തെയും പറയുമ്പോ ഇതിന് മൂന്ന കണിപ്പിക്കും. മൊയ്തീൻക്കല്ലേ പറയണേ, എന്റെ പൊന്നു മോള് ഇവിടെ ഇരിക്കേ. വരെ നാരായണ്ട, 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 ചത്ത വേണ്ടാറോ നത്തേ. അല്ല, ഇന്നലെ എന്തേലും കോള്? ഒരു പെറ്റി കേസ്. അത് നോണ സത്യം ബോധിപ്പിക്കാൻ നീ ആരാ മൈസൂരേട്ടാ? അല്ല, പെറ്റി കേസായാലും നമുക്കൊന്ന് കൂടണ്ടേ? കൂടാ, വൈകുന്നേരം ആവട്ടെ. മതി. ആ പിന്നെ നമ്മളെ കരീംബായി അന്വേഷിച്ചിരുന്നു. എപ്പോ? കാലത്ത് എന്തോ കോളാന്ന് തോന്നുന്നുണ്ട്. അപ്പൊ നമുക്ക് വൈകുന്നേരം കാണാം. അല്ല, ഇന്ന് വേണ്ട, നമുക്ക് നാളെ കൂടിയാലോ? ഇന്ന് കീരിത്തോട് പാലത്തിന് അവിടെ ആരോ ചത്തിട്ടുണ്ട്. ആരാ? ആര് കണ്ട്? ആളും പോലീസൊക്കെ കൂടിയിട്ടുണ്ട്. ഇനി വല്ല കൊലപാതകമായിട്ടാണ് ഒന്നും അറിയാണ്ട് നമ്മളെന്ന് പെടണ്ടല്ലോ. കൂടുതൽ നമുക്ക് പിന്നെ ആവാം. വെളുക്കാൻ തേച്ചത് പാണ്ടായി എന്ന് പറഞ്ഞ പോലെയായി. ഇതിപ്പോ കൊലപാതകത്തിന് സമാധാനം പറയേണ്ടി വരില്ലോ ഈശ്വര. ഒന്നും മിണ്ടാതിരിക്കടോ. പോലീസും നാട്ടുകാരും പറയുന്നത് സ്കൂട്ടർ ആക്സിഡന്റ്. താൻ പറഞ്ഞത് കൊലപാതകമാക്കുകയും ചെയ്യും, കൊലക്കയറ് വാങ്ങുകയും ചെയ്യും. ഇങ്ങോട്ട് വാടാ. എന്തിനാ ഇങ്ങോട്ട് വരുന്നത്? എനിക്ക് അവനെ കാണണ്ട. അതുകൊള്ളാം, ഇത്രയും സ്മൂത്ത് ആയിട്ട് കാര്യങ്ങൾ ചെയ്തിട്ട് കാണണ്ടെന്നോ? ഇരിക്കണത്തെ ഞാനിവിടെ. അച്ഛാ, ഇനി നിനക്ക് എന്റെ മുമ്പിലിരിക്കാം. സമ്മതിച്ചിരിക്കുന്നു. അയ്യപ്പനാരെ, ഇവൻ ആവശ്യപ്പെടുന്ന തുക കൊടുത്തേക്കണം. അതിന് ഞാൻ പറഞ്ഞ പോലെ കേൾക്കണം. കൊല്ലാനൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പം മരിച്ചു എന്നുള്ള സത്യം തന്നെയാണല്ലേ? എനിക്ക് അറിയാണ്ട് പറ്റിപ്പോയതാ. അത് ശരി, ചക്ക വീണ് ചത്ത മൊയിലാണല്ലേ. ഏതായാലും കുറച്ച് കാശ് കൂടി മേടിച്ചോ. എന്താ? ഓ, കൊടുക്കാം. എനിക്ക് ഒളിവിൽ പോണം. അതെന്തിനാ? ഞാൻ ഇങ്ങോട്ട് വന്നപ്പോ SI വണ്ടി നിർത്തി എന്റെ മുഖത്തിട്ട് കുറെ നേരം നോക്കി. എന്നെ സംശയം ഉണ്ടാവുന്ന തോന്നുന്നു. ഞാൻ പറഞ്ഞില്ലേ, ഇത് അവസാനം എന്റെ പെടലേക്ക് വരും. പിന്നെ സംഭവം കഴിഞ്ഞിട്ട് ഞാൻ ഓടിക്കറിയത് അയാളുടെ വീട്ടിൽ തന്നെയാ. അയാളുടെ ഭാര്യ എനിക്കറിയാം. ശരിക്കും ആലോചിച്ച് നോക്കിയാൽ അവർക്കും സംശയം തോന്നും. അയ്യോ, കണ്ടോ കണ്ടോ കണ്ടോ, ഒരു കിനാവള്ളി പോലെ കേറി വരുന്നു കണ്ടോ. ഇനി തന്നെ ഞാൻ ഇവിടെ നടിച്ചു പുറത്താകും. അയാളുടെ ഭാര്യയുമായിട്ട് നിനക്കെന്താ ബന്ധം? ഒന്നുമില്ല, എനിക്കവരെ അറിയാം. ഒരു പാവം പെണ്ണ. അത് ശരി. ഉടനെ നീ എന്താ ചെയ്യേണ്ടെന്നറിയോ? അവരുടെ വീട്ടിൽ പോവാ, എല്ലാറ്റിനും അവരോടൊപ്പം ഉണ്ടായിരിക്കുക. ഞാൻ പോവൂല, എന്നെ സംശയിക്കും. സ്കൂട്ടർ ആക്സിഡന്റ് ഉണ്ടായതിന് നിന്നെ സംശയിക്കുന്നതിന്, അഥവാ ആർക്കെങ്കിലും മറിച്ചു തോന്നിയാൽ നിന്നെ സംശയിക്കാതിരിക്കാനായി പറയുന്നത്, മനസ്സിലായോ? പിന്നെ നിന്റെ വായിൽ നിന്നെങ്ങാനിത് പുറത്തു പോയാൽ അന്ന് നിന്റെ അവസാനമായിരിക്കും. അതും മനസ്സിലായിക്കോ. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട. ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലായിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നുവെന്ന് നിങ്ങളോട് ഞാൻ പറയുമായിരുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കി കഴിയുമ്പോൾ ഞാനായിരിക്കുന്നിടത്ത് നിങ്ങളുമായിരിക്കേണ്ടതിന് ഞാൻ വീണ്ടും വന്ന് നിങ്ങളെയും കൂട്ടിക്കൊണ്ടുപോകും. ഞാൻ പോകുന്നതിലേക്കുള്ള വഴി കർത്താവേ, പിന്നെ വഴി ഞങ്ങൾ എങ്ങനെയാണ്? യേശു പറഞ്ഞു, വഴിയും സത്യവും ജീവനും മോളെ,
നന്നായി തിരുമണം. ഓ ഉറങ്ങിക്കോട്ടെ. രാത്രി എഴുന്നേറ്റാ ഞാൻ തന്ന മരുന്ന് കൊടുത്താൽ മതി. ആ ഭയപ്പെടാനൊന്നുമില്ലല്ലോ. ഓ ഒന്നുമില്ല. നാരായണ എന്തേലും ഉണ്ട്? ആ എടി പെണ്ണേ, ഇങ്ങോട്ട് വന്നേ. ആരടിയാ ഡോക്ടറോടൊപ്പം പോയത്? ചേച്ചിക്ക് പരിചയമുള്ള ആളാ. ഇന്നലെ രാത്രി ഇവിടെ വന്നിരുന്നു. എടാ തോമാസ് കുട്ടി, അകത്ത് കട്ടിലേ വന്ന് കിടക്കടാ. വേണ്ട അമ്മച്ചി, ഞാൻ ഇവിടെ കിടന്നോളാം. നീ എന്നെ അത്ര പേടിക്കുന്നേ? ഇത് നമ്മുടെ ബെന്നിയുടെ വീടാ. നമ്മളെ കഴിഞ്ഞ ഇവിടെ ആർക്ക് സ്ഥാനമുള്ളൂ. വീട്ടിൽ റോസലും പിള്ളേരും തനിച്ചല്ലേ. നമ്മൾ ഇന്ന് തന്നെ ചെല്ലുമെന്നുവാ പറഞ്ഞത്. പറഞ്ഞിട്ട് പോണ്ട ഒരു മര്യാദ കാണിക്കണമല്ലോ. അതിന് കണ്ണൊന്നും തുറന്നു കിട്ടണ്ടേ? വിറയിലും ബോധക്കേടും ഒക്കെ കളത്തരവാ നമ്മളെ കാണിക്കാൻ. ഇതുവരെ എഴുന്നേറ്റില്ലേ? എവിടെ? സുഖമായിട്ട് കൂർക്കം വലിച്ചു കിടന്ന് ഉറക്കവാ. നമുക്ക് പോയി, അല്ലാതെ ആർക്കാടാ പോയത്? കൈ വളരുന്നോ കാല് വളരുന്നോ എന്ന് നോക്കി വളർത്തിക്കൊണ്ടുവന്ന ഒരു മോന്, ഒരു നായരിച്ചി പെണ്ണിന് വേണ്ടി പെറ്റതള്ളിയും കൂടപ്പറപ്പിനെയും ഒക്കെ തള്ളി കുടുംബത്തിൽ നിന്ന് ഇറങ്ങി പോകുന്നത് ഇതിനായിരുന്നു. എന്റെ കർത്താവേ. അമ്മച്ചി കരഞ്ഞ് കരഞ്ഞ് പ്രഷർ കൂട്ടും. അവൻ സമയമായപ്പോഴങ്ങ് പോയി. അവന്റെ ആത്മാവിന് നിത്യശാന്തി നൽകാൻ നമുക്കിനി കർത്താവിനോട് പ്രാർത്ഥിക്കാം. എനിക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ട്. എന്നതാ അമ്മച്ചി? ഉച്ചയ്ക്ക് മുതൽ ബാല്യക്കാരൻ ഇവിടെ കിടന്ന് മറിയും തിരിയൊക്കെ ചെയ്യുന്നില്ലേ? അയാൾ ആരാണെന്ന് നീ ചോദിച്ചോ? ഇല്ല, ഞാൻ ശ്രദ്ധിച്ചില്ല. നീ അതൊന്നും കാണൂല. എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, നമുക്കിനി അത് അന്വേഷിക്കേണ്ട കാര്യമില്ല. അവളായി അവിടെ പാടായി. വേണമെങ്കിൽ നമ്മുടെ കുഞ്ഞിനെ നമുക്ക് കൊണ്ടുപോയേക്കാം. കുഞ്ഞിനെ മാത്രം കൊണ്ടുപോയ ആളുകൾ എന്നാ പറയും അമ്മച്ചി? അവളെ കൂടെ കൊണ്ടുപോകേണ്ട ഒരു കടമയില്ലേ? എന്നാ കടമയാ? നമ്മളാരും ആലോചിച്ചുറപ്പിച്ച കല്യാണമൊന്നും അല്ലല്ലോ. നിന്റെ അപ്പൻ കഷ്ടപ്പെട്ട് സമ്പാദിച്ചതേ കണ്ട നായരിച്ചി പെണ്ണുങ്ങൾക്ക് തിന്നാനുള്ളതല്ല. അവള് മതം മാറിയ നിലയ്ക്ക് പേര് മാറിയെന്ന് വെച്ച് ക്രിസ്ത്യാനി ആവൂടാ, മാർഗവാസിയാവും. നിനക്ക് തടി മണ്ണുവേ ഉള്ളൂ. വിടുവായിത്തരം ഒന്നും പറയണ്ട. ഇന്നത്തോടെ കഴിഞ്ഞു ഈ ബന്ധം. ഭക്ഷണം കാലായിട്ടുണ്ട്, കഴിക്കാം. വാ അമ്മച്ചി, എന്തെങ്കിലും കഴിക്കാം. എന്തോന്ന്? ഞങ്ങൾക്ക് വേണ്ട. എന്റെ കൊച്ചു ചത്ത തലയ്ക്ക് മേളിൽ നിൽക്കുമ്പോഴാ സദ്യ. ഈശ്വര നിശ്ചയെന്ന് സമാധാനിക്കുക അല്ലാണ്ട് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? വരൂ, രാവിലെ മുതൽ ഒന്നും കഴിച്ചില്ലല്ലോ. നിങ്ങൾ കഴിച്ചോ? എന്റെ തൊണ്ടേ നിന്ന് പച്ച വെള്ളം ഇറങ്ങത്തില്ല. എനിക്ക് തോമസ് ഊട്ടി വരൂ. അവനും വേണ്ട. ഞങ്ങൾ വിരുന്നുണ്ണാനൊന്നും വന്നതല്ല. നാരായണ, താൻ കഴിച്ചോ വല്ലതും? ഞാൻ കഴിച്ചോളാം. ഇവിടെ ഉണ്ട്. ഓ, മോന്റെ വീട് എവിടെയാ? കുറച്ച് ദൂരെ. ആശയുടെ ആരാ? ഞാൻ ബെന്നിയുടെ അമ്മയാ. ചെല്ലേ, ചെന്ന് സദ്യയുണ്ട്. കണ്ടോ? ഇഷ്ടപ്പെട്ടില്ല. നമ്മൾ സംസാരിച്ചല്ല അവൻ കേട്ട് കാണും. കേട്ടാലെന്താ? കുറ്റമൊന്നും പറഞ്ഞില്ലല്ലോ. അല്ലെങ്കിൽ പറഞ്ഞാലെന്താ? എടുത്തങ്ങ് വിഴുങ്ങിക്കളയോ? വിഴുങ്ങട്ടെ. എന്താ നിർത്തിയത്? ബാക്കി കൂടെ വലിച്ചു കയറ്റ്. എനിക്കുണ്ട്. നട്ടപ്പാതിരേക്ക് എന്നെ വിളിച്ചോണ്ടി കൊണ്ടുവന്ന ഈ കോപ്രായം കാണിക്കാനാ? ഞാൻ പോവാ, എനിക്കാളെ പണിയുള്ളതാ. രാമൻ പോരുത്. എടാ പോരുന്നു, എടാ പോരുന്നു. ഒരു വീക്ക് വെച്ചാലുണ്ടല്ലേ കളിക്കാണാ നീ? തല്ലടാ, തല്ലു കൊല്ലും. എന്ത് പ്രാന്തടേ കാണിക്കുന്നേ? എന്താ പറ്റിയെന്ന് തുറന്നു പറ. പറയാൻ പാടില്ല, പറഞ്ഞ തല പോവും. എന്നാ പറയണ്ട. നീ ആരോടും പറയരുത്. പറയോ? ഞാൻ പറയും. കണ്ണി കണ്ടവരൊക്കെ അങ്ങ് പറയും. നീ പറയില്ല, നിന്നെ എനിക്ക് അറിഞ്ഞൂടെ. 9 വയസ്സ് മുതൽ നമ്മൾ ഒരുമിച്ച് ഒരു ജീവൻ പോലെ. അതൊക്കെ നീ മറന്നോ? മറന്നു. നീ മറക്കും. നിനക്കിപ്പോ വീടുണ്ട്, കുടിയുണ്ട്, പെണ്ണുണ്ട്, പെടക്കോഴിയുണ്ട്. നാരായണം വെറും ഏഴാങ്കുലിയല്ലേ? കൊല്ലിത്തല്ലുകാരൻ, കൊലയാളി, അത്ത്. നീ ചിരിച്ചോ? നിനക്കെന്താ? എടാ, എന്റെ വിഷമം ഒന്ന് മനസ്സിലാക്കടാ. എടാ, നീ ഇത് പറഞ്ഞാലല്ലേ മനസ്സിലാക്കാക്കൂ. പറയാം. ഞാനും നീ അല്ലാതെ വേറെ ആരും അറിയരുത്. ഇല്ല,
സതി പോലും അറിയില്ല. നിനക്ക് നിന്റെ അമ്മ ഓർമ്മയുണ്ടോ? ഓലക്കടം മൂട്. ഇതാണ് പറയാനുള്ളത്. അതും പറയണം. പറ, ഓർമ്മയുണ്ടോ? അതൊക്കെ എന്നോ വെച്ച് മടക്കിയ കേസല്ലടാ. ചീഞ്ഞടുത്ത് വെച്ച് മുറിച്ചല്ലേ? എന്താ ഇന്ന് നീ നിന്റെ അമ്മയെ കണ്ടോ? കണ്ടു. ചത്ത് കിടക്കുന്ന എന്റെ അച്ഛനെ കണ്ടു. കരഞ്ഞു ബോധം കെട്ട എന്റെ അമ്മയെ കണ്ടു. എന്നെ കണ്ടു. അത് ശരി. കുടിച്ച് വീലായ ഇതല്ല, ഇതിന്റെ അപ്പുറവും കാണും. നീ പോയി കിടന്ന് ഉറങ്ങാൻ നോക്കാനാരണ ചെല്ലേ. ഉറക്കം വരികയല്ല, ചെവിയിൽ ഇപ്പോഴും ആ കരച്ചില്ല. ആ കൊച്ചിന്റെ അതിന്റെ തള്ളയുടെ. ഏത് കൊച്ച്? ഏത് തള്ള? ഇന്നൊരു എഞ്ചിനീയർ ചത്തില്ലേ, അയാളുടെ ഭാര്യ കൊച്ചു. ആ ചത്ത വീട്ടിലങ്ങനെ ബന്ധുക്കൾ കരയും. കള്ളും കുടിച്ച് വെളിവില്ലാതെ വണ്ടി ഓടിക്കുമ്പോ അയാൾ ഓർക്കണമായിരുന്നു വീട്ടിൽ ഭാര്യയും കൊച്ചുണ്ടെന്ന്. അയാള് വണ്ടി ഇടിച്ചല്ല ചത്തത്. പിന്നെ പറ്റിപ്പോയി, അറിഞ്ഞോണ്ടല്ല. പക്ഷെ ആരാണ്? അടുപ്പത്തൊരു ചായ. മനുഷ്യരുടെ കാര്യം എന്നൊക്കെ പറഞ്ഞ് ഇത്രയ്ക്കൊക്കെ ഉള്ളൂ. ഒരാഴ്ച മുമ്പ് എന്റെ കടയിൽ വന്ന് ചിരിച്ച് കളിച്ച് തമാശ പറഞ്ഞിട്ട് പോയ ആളാ. രാമ കണ്ടിട്ടുണ്ടോടാ? ആരെ? ബെന്നി സാറിനെ. ഇല്ല. ഒന്ന് കാണേണ്ടതാ. പുരുഷ സൗന്ദര്യം എന്ന് പറയുന്ന അതാ. ഉദിച്ചു വരണ പോലെ ഇരിക്കും. പത്രത്തിലെ പടവും കൊടുത്തിട്ടുണ്ട്. പാലത്തിൽ ഇടിച്ച് തെറിച്ചു വീണെന്നൊക്കെയാ പത്രക്കാരെഴുതിയിരിക്കുന്നത്. സത്യം ആര് കണ്ടു? ഹോ, ഇനി സുഖമായിട്ട് കിടന്നൊന്ന് ഉറങ്ങണം. എന്റെ ജോൺ സാറേ, ഇത് കറങ്ങി തിരിഞ്ഞ് നമ്മുടെ തലയ്ക്ക് വരുന്ന വിചാരിച്ചു. നമ്മുടെ ഇടയ്ക്കിടയ്ക്ക് പറയണ്ടല്ലോ. നമ്മുടെ അല്ല, തന്റെ. പക്ഷെ ഇതെല്ലാം കണ്ടുകൊണ്ട് മുകളിലൊരാൾ ഇരിപ്പുണ്ട് ടൈപ്പ് നായരെ. അല്ല, ഒക്കെ മൂപ്പരന്നല്ലേ ചെയ്യണേ. നമ്മൾ വിചാരിച്ച എന്താ നടക്കുക? ഒക്കെ അവിടുന്ന് നിശ്ചയിക്കണോ? അല്ലെങ്കിൽ കയ്യോ കാലോ ഒടിഞ്ഞ് സുഖമായിട്ട് ആസ്പത്രി കിടക്കണ്ടോനാ. അതാ പറഞ്ഞത്, കണ്ടു കണ്ടങ്ങിരിക്കും ജനങ്ങളെ കണ്ടില്ലെന്നൂ നടിക്കുന്നതും ഭവാൻ ഭഗവാനെ. അയ്യോ, ചതിച്ചു കരീംബായി. ഇയാളെന്തിനാ ഇവിടേക്ക് വരണേ? അത് അയാളോട് ചോദിക്കേ. ബായി എന്തിനാ ഇങ്ങോട്ട് വന്നത്? നമുക്ക് പുറത്തെവിടെങ്കിലും വെച്ച് കാണാമായിരുന്നല്ലോ. പുറത്തു വന്ന് കാണാത്തോണ്ടല്ലേ അകത്തേക്ക് വന്നത്. എല്ലാം ക്ലീൻ അല്ലേ? അതെ. സന്തോഷമായില്ലേ? സന്തോഷായി. എനിക്ക് കുറച്ച് കാശൂടെ വേണം. 5000 ഞാൻ തന്നൂലോ. അത് പോരല്ലോ. കാശിന് സ്വല്പം ടൈറ്റാ. ബില്ല് പാസ്സായിക്കോട്ടെ. വല്ല 10,000-2000 കൂടി ഞാൻ തരാം. 2000? ഒരാളെ തട്ടിയിട്ട് 2000? ഞാൻ തരും. ഇപ്പൊ ഇല്ലാഞ്ഞിട്ടാ. ബായിക്ക് വിഷമം തോന്നരുത്. ഉണ്ടായിരുന്നെല്ലാം തപ്പി പറക്കി രാവിലെ നത്തിന് കൊടുത്തു. പറഞ്ഞതിന്റെ ഇരട്ടി കൊടുത്തിട്ടുണ്ട്. പോരെ? നിനക്ക് ആവശ്യമില്ല, പിന്നെ എന്തിനായി കാശ് വാങ്ങിച്ചേ? ഞാൻ പറഞ്ഞില്ലേ, അവർക്ക് വേണ്ടി എനിക്ക് എന്തെങ്കിലും ചെയ്യണം. ഈ കാശ് കൊടുത്താ കടം വിടുവോ? സതിയെ കല്യാണം കഴിച്ചതിൽ പിന്നെ ഞാൻ പുണ്യവാളനായി എന്ന് പറഞ്ഞ് നീ കളിയാക്കാറില്ലേ? നമ്മൾ പണ്ട് പല തെണ്ടിത്തരവും ചെയ്തിട്ടുണ്ട്. അതിൽ ആരൊക്കെ ദുഃഖിച്ചു, എന്തൊക്കെ നഷ്ടപ്പെട്ടു എന്ന് നമ്മൾ ചിന്തിച്ചിട്ടില്ല. പെണ്ണും കൊച്ചുമൊക്കെ ആയപ്പോഴാണ് ഞാനത് അറിയാൻ തുടങ്ങിയത്. എടാ, ഇതല്ല, ഇതിന്റെ 10 ഇരട്ടി കൊടുത്ത ആ പെണ്ണിന്റെ കൊച്ചിന്റെ നഷ്ടം തീരുവോ? രാമു, നീ എന്റെ തലക്ക് ഭ്രാന്ത് പിടിപ്പിക്കാതെ. പറ്റിപ്പോയി. ഇതൊക്കെ അല്ല, പിന്നെ ഞാൻ എന്താ ചെയ്യാ? പകരം ചത്താ മതിയോ? ചാകാം. കാശൊക്കെ കണക്ക് പറഞ്ഞ് മേടിച്ചിട്ട് ഒന്ന് വിളിച്ചിരിക്കുക. വാങ്ങുമ്പോ ഒരു 10-50,000 ചോദിക്കണ്ട. സാരമില്ല, ഇനിയും വാങ്ങാലോ. അതങ്ങെടുക്ക്. അല്ല, എനിക്കിതൊരു അത്യാവശ്യത്തിന്. ഇത് കഴിഞ്ഞുള്ള അത്യാവശ്യം മതി. അതുപോലെ പോയി. സാലക്കുത്തെ. എന്താടാ ഇതൊക്കെ?